ഈ മനോഹരമായ ഈ വേളയിലേക്ക്, ഈ മനോഹരമായ കലാസന്ധ്യയിലേക്ക് നാട്ടിലെയും മറ്റു നാടുകളിൽ നിന്നും എല്ലാം എത്തിച്ചേർന്ന എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങളെയും എല്ലാ സുമനസ്സുകളെയും നിറഞ്ഞ സ്നേഹത്തോടെയും നിറഞ്ഞ ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം എവരിവൺ ടു ദിസ് ബ്യൂട്ടിഫുൾ ഈവനിംഗ്. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. വെള്ളിനേഴി നാണുനാർ സ്മാരക കലാകേന്ദ്രം അതിന്റെ 22ാം വാർഷികം. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ നടത്തിപ്പിനായി അധ്യക്ഷനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നമുക്ക് വെള്ളിനേഴി നാണുനാരാശാൻ്റെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം. നമസ്കാരം. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിൽ താളിയരങ്ങ് 2023 പരിപാടി തുടക്കം കുറിക്കുകയാണ്. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം 2001 ആണ്ട് പ്രവർത്തനം ആരംഭിച്ചാണ്. ഈ നാട്ടിലെ കലാസ്വാദകരായ കുറച്ചുപേരുടെ കഠിന പ്രയത്നത്തിലൂടെ വെള്ളിനേഴിയിൽ താടിവേഷത്തിൽ പ്രസിദ്ധനായ വെള്ളിനേഴി നാണുനാരാശാൻ്റെ സ്മരണാർത്ഥം ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപപ്പെട്ടതാണ് വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം. ബഹുമാന്യനായ ശ്രീ KC നാരായണ അവർകൾ താടിയരങ്ങ് 2023 സോവനീർ പ്രകാശനം ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി സർ. പ്രിയമുള്ള കലാ ഹൃദയരെ, നമ്മുടെ കേരളത്തിലെ കലകളുടെ കലവറയാണ് കലാഗ്രാമം എന്ന വെള്ളിനേഴി ഗ്രാമം. വെള്ളിനേഴി ഗ്രാമത്തിൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ നാണുനായർ സ്മാരക കലാകേന്ദ്രം. ശ്രീ സുധാകരൻ മാസ്റ്റർ മൂർത്തിയേടം അവர்களെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആസ്വാദകർക്ക് വേണ്ടി ഉള്ള ഒരു സെഷനാണ്. ആസ്വാദകർ എന്ന് പറയുമ്പോൾ കഥകളി പോലെയുള്ള വളരെ വിശിഷ്ടമായ കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ക്ലാസിക്കൽ കലാരൂപം വെള്ളിനേഴി എന്ന കഥകളിയുടെ ഗ്രാമത്തിൽ, കലാഗ്രാമത്തിൽ വെച്ച് ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ ചേരുമ്പോൾ സ്വാഭാവികമായും അത് കഥകളിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലാവും. അങ്ങനെ ഒരു സെഷൻ, ആസ്വാദകർക്ക് മാത്രമായിട്ട് ഒരു സെഷൻ ഇവിടെ വെച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കട്ടെ. നമ്മോട് കഥകളി അനുഭവങ്ങളുടെയും ആസ്വാദനത്തിന്റെയും മാധുര്യം പങ്കുവയ്ക്കുന്നത് ശ്രീ KC നാരായണൻ സർ. പ്രിയ സുഹൃത്തുക്കളെ, സുധാകരൻ പറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഞാനും കഥകളി കണ്ടത്. ഞങ്ങൾ ശ്രീകൃഷ്ണപുരം എന്നൊരു പ്രദേശം. ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു 2 കിലോമീറ്റർ നടന്നാൽ 3 വിദ്യാലയങ്ങൾ, അതായത് ഒരു ഹൈസ്കൂളും ഒരു പ്രൈമറി സ്കൂളും ഒരു UP സ്കൂളും, 3 വായനശാലകൾ. പൊതുജന വായനശാല ഒരറ്റത്ത്, മറ്റേ അറ്റത്ത് ദേശീയ വായനശാല, അതിൻ്റെ നടുവിൽ ലൂതറൻ മിഷൻ ആസ്പത്രി. അതിൻ്റെ ഇടയിൽ 2 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, വലിയ മേജർ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, 2 ബാഡ്മിൻ്റൺ ഗ്രൗണ്ടുകൾ. ഇങ്ങനെ കളിയും പുസ്തകവും ഒക്കെ ഇടകലർന്ന് നടക്കുന്ന ഇങ്ങനൊരു സാംസ്കാരിക പ്രദേശം ഒരു ഗ്രാമത്തിൽ
മറ്റ് കേരളത്തിൽ പലയിടത്തും ഞാൻ പോയിട്ടുണ്ടെങ്കിലും എവിടെയും ഇത് ആണ് ശ്രീകൃഷ്ണവരത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എവിടെ പോയാലും അവിടെ 3 വായനശാലയും 3 വിദ്യാലയവും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവിടുത്തെ സാംസ്കാരിക നിലവാരം അബോധപൂർവമായിട്ട് ഞാൻ അളന്നുകൊണ്ടിരുന്നത്. ക്ലാസിക്കൽ കലാരൂപം എന്നുള്ള നിലയ്ക്കാണ് നമ്മളതിനെ സമീപിക്കുന്നത്. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു വിഭജനമുണ്ട്. ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആസ്വാദകൻ കൂടി ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട കലാരൂപമാണ് ക്ലാസിക്കൽ കല. ആനനം ഭൂതഗണാധിസേവിതം കവിദ്ധജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. പത്തിനിയാളിത്തരമുരച്ചതിനെ കേട്ടു വൃദ്ധനാകും ഭൂസുരനോ
തുയരെനിക്കോ നടപ്പതിനുമാകാ ഉടുപ്പതിനോ തുണിയുമില്ലെന്നറിഞ്ഞുകൂടെ നിനക്ക് ഉറച്ച വാർത്ത ശ്രമിച്ചപ്പോൾ ഉടനെ ഉത്തമ തരുണി ഉടുത്തിരുന്ന പുടവ പാതിയുടനെ കീറി കൊടുത്തു ഉറച്ച വാർത്ത ശ്രമിച്ചപ്പോൾ ഉടനെ ഉത്തമ തരുണി ഉടുത്തിരുന്ന പുടവ പാതിയുടനെ കീറി കൊടുത്തു മൈക്കരുതേ എനിക്കതാ നടക്കയിനി വേഗ പിടിച്ചിറക്കി കൊടുത്തൊരുക്കി തയ്ച്ചു പത്നിയുടനെ പിഴയെല്ലാം തീർത്തു നീ അനുഗ്രഹം ചൊരിയണേ നാരായണ ഹരി മംഗളം 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 വാസുദേവ മംഗളം മംഗളം വാസുദേവ മംഗളം മംഗളം വാസുദേവ. മങ്ങളിൽ പണ്ടു കാവിലെ കളിത്തട്ടിങ്കലുദ്ധതം ൂക്കുമാക്കമലർച്ചയും ഭീതിതം നോക്കുമായി കലാകേരളം കണ്ടതാം ചോര ചിന്തും കനൽ കൺതുടുപ്പെഴും വീരഭദ്രന്റെ നാലാമിരട്ടിയിൽ പരശേഷം നടുങ്ങിത്തരിച്ചതിൻ ഓർമ്മ പൂക്കുമീ വേളയിൽ കൈതൊഴാം ശർമ്മമേവർക്കുമേകും വെളിച്ചമേ നന്മ തൂകി തുണയ്ക്കണേ ഞങ്ങളെ. അതിൽ ഈ ഒരു കൂട്ടായ്മ എൻ്റെ മാത്രം പേരിൽ അവസാനിക്കുന്നില്ല. ഒരു കഥകളി കാണുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വേഷങ്ങൾ കാണുകയോ കഥ മനസ്സിലാക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അനുഭവമാക്കി കൊണ്ടു നടക്കുക. സമാന മനസ്കരായ കലാസ്വാദക മനസ്സുകളുടെ ഒരു കൂട്ടായ്മ, നമ്മളെല്ലാവരും കൂടി ശാപ്പാടുണ്ടാക്കുന്നു, കഴിക്കുന്നു, മുറുക്കുന്നു, കഥകളി കാണുന്നു. അങ്ങനെ നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക്, അടിസ്ഥാനങ്ങളിലേക്ക് കഥകളിയുടെ ബീജാഭാവം നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ശേഷം നമ്മോട് സംസാരിക്കുന്നതിനായി വൈസ് ചാൻസലർ കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം വി നാരായണൻ സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലെ ആദരണീയരെ, കലാസ്വാദകരെ, സുഹൃത്തുക്കളെ, ഈ ഒരു പരിപാടിക്ക് അച്ചുവേട്ടൻ എന്നെ സാറെന്നൊക്കെ വിളിച്ചു. അതൊന്നും ആരും ഗവനിക്കണ്ട. അച്ചുവേട്ടൻ എന്നെക്കാളും മുതിർന്ന ആളാണ്, എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുസൃതി എന്നുള്ള നിലയ്ക്ക് എന്നെ സാറ് എന്ന് വിളിച്ചു എന്ന് മാത്രം കരുതിയാണ്. മാത്രമല്ല ഇടയ്ക്ക് ചെറിയൊരു പരിഹാസത്തിൻ്റെ രൂപത്തിൽ
നാരായണൻ സാറെ വിളിക്കാറില്ല. അത്തരത്തിൽ മാത്രമേ ഞാനത് പരിഗണിക്കുന്നുള്ളൂ. നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മുടെ വെള്ളിനേഴി കാരുണ്യ വിപ്ലവം കഴിഞ്ഞ ഉടനെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു നാണൻ നായർ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണേട്ടൻ എന്നെ വിളിക്കുകയല്ലേ, ഫോണിൽ വിളിച്ചുകൊണ്ട് ഡിസംബർ 24-ന് താടിയരങ്ങ് എന്നൊരു പ്രോഗ്രാമുണ്ട്, അതിൽ പങ്കെടുക്കാനായിട്ട് വരണം എന്ന് പറയുകയാണ്. നാട്യശാസ്ത്ര കടമ്പഴിപ്പുറം ഡയറക്ടർ പ്രൊഫസർ ജി ദിലീപൻ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളിനേഴി നാണൻ നായരാശാൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യം തന്നെ നമസ്കരിക്കട്ടെ. ഒരൽപ്പം സഭാകമ്പത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ നെല്ലിയോട് ഏട്ടൻ എന്ന് വിളിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ, ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനായ എന്നല്ല, ജ്യേഷ്ഠ സഹോദരൻ തന്നെയായ നെല്ലിയോടിനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് അല്പം സഭാകമ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ വിജയൻ തുഷാര സ്റ്റുഡിയോ കല്ലേക്കുളങ്ങര അദ്ദേഹം പകർത്തിയ 2021 നടന്ന താടിയരങ്ങിലെ കഥകളി വേഷത്തിന്റെ ഫോട്ടോ നമുക്ക് സമർപ്പിക്കുന്നു. ശ്രീ വിജയൻ തുഷാര സ്റ്റുഡിയോ കല്ലേക്കുളങ്ങര. സദസ്സിന് നമസ്കാരം. ഞാൻ പത്രത്തിൽ കണ്ടിട്ടാണ് ഇങ്ങനെയൊരു സംഭവം, കഥകളിയോട് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഈ സ്ഥലം അന്വേഷിച്ച് വന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ വെള്ളിനഴി മറ്റേ ആ ജംഗ്ഷനിലെല്ലാം വരുമ്പോൾ ഓരോ ആൾക്കാരോടും ചോദിക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ വളരെ വിനയത്തോടു കൂടിയാണ് അവരുടെ എല്ലാ സംസാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ വഴി വളരെ കറക്റ്റായിട്ട്, അന്ന് രാത്രി 10:30-ക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്നിട്ട് ഇരുട്ടത്ത് ഇത് മലമ്പ്രദേശമാണ് വിചാരിച്ചത്. എല്ലാം നല്ല ജനങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ എനിക്ക് ആ പടം എടുക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് പോകണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 3:30-4 മണി വരെ ഇവിടെ ഇരുന്നു. കാരണം അത്രയധികം ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞാൻ ആ പടങ്ങളെല്ലാം പകർത്തിയത്. കുറേ പടങ്ങളുണ്ട്. ഏതായാലും അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ പടങ്ങൾ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പരമേശ്വരൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതുവരെ നടന്ന പരിപാടികളൊക്കെയാണ് നമ്മുടെ ഈ ചടങ്ങിന്റെ അന്തസ്സ്, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം ഉയർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞൊരു മാമൂലിന്റെ ഭാഗമാണ്. ഏതായാലും 2 കാര്യങ്ങൾ എനിക്ക് വളരെ മനസ്സിൽ തട്ടി. ഒന്ന്, നാണൻ നായരാശാന്റെ പേരിലുള്ള ഈ കലാകേന്ദ്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ നേരത്തെ അച്ചുകുട്ടിമ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും വെള്ളിനേഴി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ കഥകളി അധ്യാപകനായിട്ട് മാഷുണ്ടായിരുന്നു അവിടെ. അന്ന് മുതൽക്ക് പിന്നീട് ഉള്ള കുറേ കാലങ്ങൾ ബന്ധപ്പെടാനോ അതല്ലെങ്കിൽ പരിചയപ്പെടാനൊക്കെ, അല്ലെങ്കിൽ പരിചയം നിലനിർത്താനൊക്കെ കഴിഞ്ഞിട്ട് സിമ്പിൾ എന്നുള്ള വാക്ക് ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയത്. അത്രയും എളിമയുള്ള മനുഷ്യൻ. സദനം കഥകളി അക്കാദമിയുടെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീ കലാനിലയം ബാലകൃഷ്ണൻ, അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ വെള്ളിനേഴി നാണു നായരാശാന്റെ പേരിലുള്ള ഈ കലാകേന്ദ്രം വളർന്ന് വികസിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ 2008 തുടങ്ങിയ
താടിയരങ്ങ് എന്നുള്ള സംരംഭം ഇന്ന് 2023 നടത്തുന്ന ഈ സന്ദർഭവേളയിൽ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ അനിൽകുമാർ. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ താടിയരങ്ങ് കാണാനുള്ള ക്ഷമ കെട്ടിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആളുകൾ നോക്കുന്നുണ്ട്, ഇനി ആരാ അടുത്ത് പ്രസംഗിക്കുന്നത് എന്ന് വളരെ ഓരോ മുഖവും മാറി നോക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റേജിലിരുന്നിട്ട് ഓരോരുത്തരുടെ മുഖത്തോട് നോക്കുമ്പോഴും ആ ആകാംക്ഷ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഈ നാണുനായർ കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ട് എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഈ നാണുനായർ ആശാന്റെ പേരിലുള്ള ഈ കലാകേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടുവരുന്നത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ സി രാധാകൃഷ്ണൻ നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. 2008 മുതൽ വളരെ വ്യത്യസ്തമായ കഥകളി അരങ്ങിനെ ജനങ്ങളിലേക്ക് എത്തിച്ച് നല്ല രീതിയിൽ തന്നെ അതിനെ വിജയിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ വളരെ 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 നേരത്തെ അച്ചോട്ടൻ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഓർക്കാൻ കഴിയുന്നത് 2008 മുതൽ ഈ താടിയരങ്ങ് നടക്കുന്ന എല്ലാ താടിയരങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. കഥകളിയോടുള്ള ഒരു താല്പര്യമല്ലായിരുന്നു അതിനുള്ള കാരണം. ഇത്രയും വലിയ ഒരു സംരംഭം, ഇത്രയും വലിയൊരു കല ഇവിടെ വൈകുന്നേരം മുതൽ രാവിലെ വരേക്ക് ഇത്രയും ആളുകൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അതിലൊരു ഭാഗഭാക്കാവുക എന്നുള്ള ആശയമായിട്ടാണ് 2008 ഇവിടെ വന്നു തുടങ്ങിയത്. വ്യത്യസ്തമായ കഥകൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ എങ്ങനെയോ കഥകളിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ വേളയിലും ഇങ്ങോട്ട് എത്തിയത്. എന്തായാലും ഇതിനെ ഇനിയുള്ള കാലങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു കുറുവട്ടൂർ സൗത്ത് ALP സ്കൂളിന്റെ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ശ്രീ O വിജയകുമാർ മാസ്റ്ററെ നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം രൂപീകരണ കാലം തൊട്ട് ഇതിനോടൊപ്പം ഇതിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ഇതിന്റെ പ്രത്യേക ചടങ്ങുകളിലും അല്ലെങ്കിൽ ഇതിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിലുമെല്ലാം ഭാഗവക്കാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രവർത്തിച്ച് പിന്നോട്ട് പോവുകയല്ല, വളരെ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാഗ്രാമത്തിലെ ഈ കലാകേന്ദ്രം നാൾക്കുനാൾ ഇതിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രോഗ്രാം ഖജാൻജി ഡോക്ടർ വി ഗോപാലകൃഷ്ണൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നടന്നുള്ള ഉദ്ഘാടന സമ്മേളനം ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സദസ്സായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് കഥകളി കാണുക എന്നുള്ള ആ ഒരു കാര്യമല്ലാതെ തന്നെ അതിലുപരിയായി കഴിഞ്ഞ കാലങ്ങളിൽ 60-70 വർഷമായി കഥകളിയുമായി ബന്ധപ്പെട്ട അതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞ കാലത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാമകൃഷ്ണേട്ടന്റെ ഒരു ആശയം ഇവിടെ വളരെ ഫലപ്രദമായി ഇവിടെ നടന്നിരിക്കുന്നു.
സന്തതം നിൻ പാദഭുജം ചിന്മയരൂപിണി നിത്യം ചിന്മയരൂപിണി നിത്യം സന്തതം മുകാംബികെ ദേവി സന്തതം മുകാംബികെ പത്മ